ഇത് ഈ കഥയുടെ ക്ലൈമാക്സ് ആണ്. കഥയുടെ തുടക്കം 40ഓളം വർഷങ്ങൾക്ക് മുൻപാണ്. ഓർമ്മ വച്ച നാൾ മുതൽ ഒന്നിച്ചായിരുന്ന 3 കൂട്ടുകാരികൾ: സോണിയ ബെന്നി, മിനി ജിജോ, രാധിക റജി. തൊട്ടടുത്ത വീട്ടിൽ തുടങ്ങി സ്കൂളിലും കോളേജിലും ഒന്നിച്ച് നടന്നവർ. അംഗൻവാടിയിലൊക്കെ പഠിക്കുമ്പം തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞാനും മിനി ഒന്നിച്ചാണ് 10 വരെ പഠിച്ചത്. രാധിക ഗവൺമെൻറ് സ്കൂളിലാണ്, പക്ഷേ ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ. അവൾ ഗവൺമെൻറ് സ്കൂളിലോട്ടും പോകും, ഞങ്ങൾ സെൻറ്റ് ജോസഫ് ചങ്ങനാശ്ശേരി ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കും. അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാർ ആയതുകൊണ്ടാകണം അവരെ 3 പേരെയും തേടി ക്യാൻസർ എന്ന മഹാരോഗമെത്തി. അതും അടുത്തടുത്ത വർഷങ്ങളിൽ. 2022 സോണിയ, 23 രാധിക, 24 മിനി. രോഗത്തിന്റെ തീച്ചൂടിലും അവർ പരസ്പരം തണലായി നിന്നു. സ്നേഹത്തിന്റെ മഴ പൊഴിച്ചു. ഒത്തിരി ഞാൻ കരഞ്ഞായിരുന്നു ആദ്യത്തെ ആ ഒരു അവസരത്തിൽ. അസുഖം ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചൊരു രോഗിയായിട്ട് മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒക്കെ എനിക്ക് കൂട്ടായിട്ട് നിന്നത് സോണിയ, എൻ്റെ രാധികയും എൻ്റെ വീട്ടുകാരും ഒക്കെ തന്നെയായിരുന്നു. ഒരാൾക്ക് വന്നപ്പോൾ ഒരാളെ അങ്ങനെ ഒറ്റപ്പെടുത്തിയില്ല, നമ്മൾ കട്ടയ്ക്ക് നിന്നു കൂടെ. ഈ ക്യാൻസർ എന്ന് വന്നാൽ എല്ലാവർക്കും പേടിയോ മരിച്ചു പോകും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അതല്ല, നമുക്ക് അവർ ഡോക്ടർമാർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഒടുവിൽ തങ്ങളെ കീഴ്പ്പെടുത്താൻ വന്ന രോഗത്തെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറിച്ചു മാറ്റി. അല്ല, ഈ സഖിമാരുടെ സൗഹൃദത്തിന് മുന്നിൽ രോഗം തോറ്റു പിൻവാങ്ങി. ഇനി ക്ലൈമാക്സ് ആണ്. ഒന്നിച്ച് രോഗത്തെ നേരിട്ടവർ ഒന്നിച്ചൊരു തയ്യൽ കട തുടങ്ങി. ഞങ്ങൾ 3 പേരും സ്വപ്നമായിരുന്നു ഒരു കട എന്നുള്ളത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തയ്യൽ പഠിച്ച് കടയിലൊക്കെ തയ്ക്കുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെയും തയ്യലും കൊണ്ടാണ് മുന്നോട്ട് പോയത്. കഥയിലെ ക്ലൈമാക്സുകൾക്ക് ശേഷവും ജീവിതത്തിന് നിറങ്ങൾ വയ്ക്കും. അതെ, ആ നിറങ്ങൾ കൊണ്ട് പുതിയ ജീവിതത്തിന് തുന്നലിടുകയാണ് ഈ കൂട്ടുകാരികൾ. തോറ്റുപോയത് ക്യാൻസർ എന്ന മഹാരോഗമാണ്. ജയിച്ചത് ഈ 3 അമ്മമാരുടെയും ആത്മധൈര്യമാണ്. ഈ 3 കൂട്ടുകാരികളുടെയും സൗഹൃദമാണ്. അനന്തു സുരേഷിനൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.